ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു ദ ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലീസ് കം ഓഫ് ഫ്ലഡ് എന്ന പോമാണ്. ഇത് എഴുതിയിട്ടുള്ളത് ആശാലതയാണ്. ആശാലത ഒരു മലയാളം പോയറ്റാണ്, അതുപോലെ ട്രാൻസ്ലേറ്ററാണ്. അവരുടെ കളക്ഷൻസ് ഓഫ് പോയട്രി കടൽ പച്ച 2002 പബ്ലിഷ് ചെയ്തത്, എല്ലാ ഉടുപ്പും അഴിക്കുമ്പോൾ 2013 പബ്ലിഷ് ചെയ്തത്. അതുപോലെ അവരുടെ ട്രാൻസ്ലേറ്റഡ് വർക്കായിട്ടുള്ള ആടിൻ്റെ വിരുന്ന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ട്രാൻസ്ലേഷൻ കിട്ടിയിട്ടുണ്ട് 2010. അതുപോലെ നമ്മുടെ ഈ പോം പ്ലീസ് കം ഓഫ് ഫ്ലഡ് എന്ന് പറയുന്നത് മോഡേൺ ലിറ്ററേച്ചർ വെബ്സൈറ്റിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. September 7, 2020 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ ആ പോം ഒന്ന് വായിക്കാം. പ്ലീസ് കം ഓഫ് ഫ്ലഡ്. കം, let us sit in the shade of the boat, Parikutti invited. Karuthamma maintained her posture, looking down just like in the film poster. The pot to carry water remained in her hand. She wore a polka dot blouse, cleavage showing between her lower lip seductively. As it is said in the theories on gaze, the male gaze relentlessly travelled down. Parikutti's fish-hooking eyes became Marcus Burtley's camera that kept executing tilt-ups and tilt-downs. Precisely at that moment, the old man from Panopticon turned his observation camera towards the seashore. Such wanton gaze on women, you sob, God growled within and unleashed a northern wind and southern wind, and then the westerly and easterly winds. That woman, she is also a hussy. Thus all mountainous waves were sent forth to lash the seashore. It was thus that everything was drowned in a flood and the shore was carved by the sea, unlike what these novelists say. സോ ഈ ഒരു പോം എന്ന് പറയുന്നത് നമ്മുടെ തകഴിയുടെ നോവലായുള്ള ചെമ്മീൻ്റെ ഒരു റീ ഇമാജിനിങ് ആണ്. സോ ഈ ചെമ്മീൻ എന്ന് പറയുന്നത് ഒരു ഫിലിം അഡാപ്റ്റേഷനാക്കി എടുത്തിട്ടുള്ളത്, ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് മാർക്കസ് ബാർട്ട്ലിയാണ്. ആൻഡ് ഈ ഒരു പോമിൽ കാണിച്ചിരിക്കുന്ന സീൻ എന്ന് പറയുന്നത് കറുത്തമ്മയെ പരീക്കുട്ടി ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ബോട്ടിൻ്റെ ഷെയ്ഡിൽ വന്നിരിക്കുമെന്ന് പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിനെ ബേസ് ചെയ്ത് ലിറ്റററി ആൻഡ് സിനിമാറ്റിക് തിയറിയിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ പോമിൽ പറയുന്നത്. സോ ഈ പോം ക്രിട്ടിസൈസ് ചെയ്യുന്നത് മെയിൽ ഗേസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. സോ മെയിൽ ഗേസ് എന്ന് പറയുന്നത് ഫെമിനിസ്റ്റ് തിയറിയിൽ നിന്ന് വന്നിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ആൻഡ് എങ്ങനെയാണ് മെയിൽ പേഴ്സ്പെക്റ്റീവ് വഴി വിമണിനെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നത് ആൻഡ് അവരെ ഒരു വിഷ്വൽ മീഡിയയിലൂടെ ഇങ്ങനെ ഒബ്ജക്റ്റിഫൈ ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ മെയിൽ ഗേസ് തിയറിയിൽ പറയുന്നത്. സോ ഈ ഒരു ഗേസ് കാണിക്കുന്നത് പരീക്കുട്ടിയുടെ ഫിഷ് ഹൂക്കിംഗ് ഐസിലൂടെയാണ്. ആൻഡ് അതുപോലെ ബാർട്ട്ലിയുടെ ക്യാമറ ടിൽറ്റ് അപ്സും ടിൽറ്റ് ഡൗൺസും നമ്മുടെ കറുത്തമ്മയുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് കാണിക്കാൻ വേണ്ടി ആ ബോഡി ഫുൾ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ക്യാമറ മുകളിലോട്ടും താഴോട്ടുമൊക്കെ ആക്കി കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ കറുത്തമ്മയെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സെഡക്റ്റീവ് പോസിലാണ്. പോൾക്ക ഡോട്ട് ബ്ലൗസും അതുപോലെ ആ ഒരു ലോവർ ലിപ്പ് സെഡക്റ്റീവ്ലി ബിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സോ ഇതെന്നൊക്കെ പറയുന്നത് മെയിൽ ഫാൻറ്റസീസിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇതിൽ ഓൾഡ് മാൻ ഫ്രം ദി പെനോപ്റ്റിക്കോൺ എന്ന് പറയുന്നുണ്ട്. സോ ഈ പെനോപ്റ്റിക്കോൺ എന്ന് പറയുന്നത് മിഷേൽ ഫൂക്കോയുടെ ഒരു കോൺസെപ്റ്റാണ്. ആൻഡ് അതിലെന്ന് പറയുന്നത് ഏതോ ഒരു ശക്തി അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം എല്ലാവരെയും നോക്കുന്നുണ്ട്, എവിടെ നിന്നും നോക്കുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് ആൾക്കാരിങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്നു എന്ന് പറയുന്നൊരു കേസാണ് ഈ പെനോപ്റ്റിക്കോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ കറുത്തമ്മയുടെ എല്ലാ മൂവ്സും മോണിറ്റർ ചെയ്യുകയും ജഡ്ജ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ആൻഡ് ഇതെന്ന് പറയുന്നത് ആ ഒരു മെയിൽ ഗേസിൻ്റെ ഒരു ഒപ്രസീവ് നേച്ചറാണ് കാണിക്കുന്നത്. സോ മെയിൽ ഗേസ് എന്ന് പറയുന്നത് ജസ്റ്റ് പാസീവ് ആക്ട് ഓഫ് ലുക്കിംഗ് അല്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല, ആ ഒരു കൺട്രോൾ ആൻഡ് ഡോമിനേഷൻ്റെ ഒരു ആക്റ്റീവ് ഫോം ആണെന്നാണ് പറയുന്നത്. ആൻഡ് ഏത് വിമണിനെയാണോ ഒബ്സർവ് ചെയ്യുന്നത് ആ വിമണിൻ്റെ മേലെ പാട്രിയാർക്കിക്ക് വരുന്ന ഒരു പവറാണ് പറയുന്നത്. അതിനുശേഷം ഈ ഒരു പോം ഒരു ഡ്രമാറ്റിക് ടേൺ എടുക്കുന്നുണ്ട്. സോ ഇതിൻ്റെ അകത്ത് ഗോഡിൻ്റെ റാത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ദ നോർത്തേൺ വിൻഡ് ആൻഡ് സദേൺ വിൻഡ് ആൻഡ് ദെൻ ദി വെസ്റ്റേർലി ആൻഡ് ഈസ്റ്റേർലി വിൻഡ്സ് ആർ അൺലീഷ്ഡ്, റെപ്രസെൻറ്റിംഗ് എ നാച്ചുറൽ ഫോഴ്സ് ദാറ്റ് റിയാക്ട് അഗെയിൻസ്റ്റ് ദി ഒബ്ജക്റ്റിഫിക്കേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വിമൺ. സോ ഈ ഇതിലൊക്കെ കാണിക്കുന്ന ഈ വിമണിൻ്റെ എക്സ്പ്ലോയിറ്റേഷനും ഒബ്ജക്റ്റിഫിക്കേഷനും എഗെയിൻസ്റ്റ് ആയിട്ട് നേച്ചർ തന്നെ എന്താണ് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ആ ഒരു ഇതാണ് പറയുന്നത്. സോ ഇത് കാരണമാണ് അവിടെ ഒരു മൗണ്ടനസ് വേവ്സ് വരുന്നത്. ആൻഡ് അത് കാരണം ഒരു ഫ്ലഡ് ഉണ്ടാകുന്നു. ആ ഒരു ഫ്ലഡ് കാരണം സംഭവം എല്ലാം ഡ്രൗൺ ചെയ്ത് പോകുന്നു എന്നാണ് പറയുന്നത്. സോ
ഈ ഒരു ഇമേജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്ലെൻസിങ്ങും ഉണ്ട്, അതുപോലെ ഡിസ്ട്രാക്ഷനും ഉണ്ട്. ആ നേച്ചർ തന്നെ വുമണിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു കാര്യമാണ് പറയുന്നത്. പിന്നെ ഈ പോമിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ട്രഡീഷണൽ നോവലിസ്റ്റ് ശരിക്കും വിമൻ്റെ എക്സ്പീരിയൻസിനെ ക്യാപ്ചർ ചെയ്യാൻ ഫെയിൽ ആയിട്ടുണ്ട്. ആൻഡ് അവർ ജസ്റ്റ് ആ ഒരു ഒബ്ജക്റ്റിഫൈ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ആൻഡ് ഈ ഫ്ലഡ് എന്ന് പറയുന്ന ഒരു മെറ്റഫറായിട്ട് കൺസിഡർ ചെയ്യാം. ആ ഒരു പഴയ സ്റ്റോറീസ്, ആ ഒരു പാട്രിയാർക്കൽ ഡോമിനേഷൻ്റെ ആ സ്റ്റോറീസിനെയൊക്കെ ഇറേസ് ചെയ്ത് കളയാനുള്ളൊരു കാര്യമായിട്ട് നമുക്ക് ഫ്ലഡിനെ കാണിക്കാം. സോ വിമൺ എന്ന് പറയുന്നത് ആ ഒരു മെയിൽ ഗേസിൻ്റെ ഒബ്ജക്ട്സ് ആയിട്ട് മാത്രമല്ല കൺസിഡർ ചെയ്യാനുള്ളത്. അവർ വിമൺ എന്ന് പറയുന്നൊരു ഇൻഡിവിജ്വൽ ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഈ പോത്തിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. So the poem serves as a powerful commentary on the dynamics of gaze, control and the objectification of women in literature and cinema. ലിറ്ററേച്ചറിലും അതുപോലെ ലിറ്ററേച്ചറിലും സിനിമയിലും ആ ഒരു വിമണിനെ എങ്ങനെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നു, ആ ഒരു മെയിൽ ഗേസ് എങ്ങനെ വരുന്നു, ആ പാട്രിയാർക്ക് എങ്ങനെ വിമണിനെ കൺട്രോൾ ചെയ്യുന്നു, ഇങ്ങനത്തെ സംഭവങ്ങളോടുള്ള ഒരു കമൻട്രി ആയിട്ടാണ് നമ്മുടെ പോം വരുന്നത്. By interpreting the story of Chemin, it challenges the traditional portrayals of women and calls for a reimagining of their roles in both fictional narratives and societal structures. സോ ആ ഒരു വിമൻ്റെ ട്രഡീഷണൽ പോർട്രയൽസ് എങ്ങനെയാണ്, അതുപോലെ പുതിയൊരു രീതിക്ക് അവരെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. സോ ഈ പോമിൽ വരുന്ന കുറച്ച് തീംസാണ് മെയിൽ ഗേസ്, ഒബ്ജക്റ്റിഫിക്കേഷൻ, അതുപോലെ സർവൈലൻസ് ആൻഡ് കൺട്രോൾ, നേച്ചേഴ്സ് റെസ്പോൺസ് ടു ഇൻജസ്റ്റിസ്, ജെൻഡർ ആൻഡ് പവർ ഡൈനാമിക്സ്, ഡിസ്ട്രക്ഷൻ ആൻഡ് റിന്യൂവൽ, ഡിവൈൻ ജഡ്ജ്മെൻറ്റ് ആൻഡ് മൊറാലിറ്റി.